നമസ്കാരം. ലോകം എത്ര വേഗത്തിൽ പാഞ്ഞു പോയാലും മലയാളികളുടെ തലവര അത്ര പെട്ടെന്ന് മായത്തില്ല. സെലികമൻട്രി ആരംഭിക്കുന്നു. മലയാളിയുടെ തലയ്ക്ക് മുകളിൽ ഒരു ഡെമോക്ലിസിന്റെ വാള് പോലെ തൂങ്ങി നിന്ന ഒരു വലിയ ഭീഷണിയായിരുന്നു തെരഞ്ഞെടുപ്പിലൂടെ നമുക്ക് ഒഴിവായി കിട്ടിയത്. പക്ഷെ അതിനേക്കാൾ വലിയ ഭീഷണിയാണ് പുതിയ മുഖ്യമന്ത്രിമാരുടെ പേരുകൾ കേൾക്കുമ്പോൾ കേരളത്തിന് ഇങ്ങനെയാണ് വിധിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു ദീർഘകാല കാഴ്ചപ്പാടോടുകൂടി കേരളത്തെ മുന്നോട്ട് നയിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് കേരളത്തിന് ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഇനി ഉണ്ടാകുമോ എന്നും സംശയമാണ്. ലോകം ഈ നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ശ്രീ പിണറായി വിജയൻ പറഞ്ഞ സത്യമാണോ കള്ളമാണോ എന്ന് അദ്ദേഹം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം ആരോ വന്നിവിടെ നിക്ഷേപിക്കാമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ച വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാൻ അയക്കാം. കോപ്പിറൈറ്റ് ഉള്ളത് കാരണം കാണിക്കാൻ പറ്റുന്നില്ല. 3 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് അദ്ദേഹം കേരളത്തിൽ, ഏതോ ഒരു അദ്ദേഹത്തിന്റെ വെൽവിഷർ അല്ലെങ്കിൽ വ്യവസായി ഇവിടെ അതിനേക്കാൾ കൂടിയ നിക്ഷേപം, 3 ലക്ഷത്തിനേക്കാൾ കൂടിയ നിക്ഷേപം നടത്താൻ പറ്റുന്ന ഒരു വിഷയമാണ് നമ്മുടെ മെത്തനോൾ. ഇപ്പൊ തന്നെ ചില ചെറുപ്പക്കാർ, ശ്രീ വിൻസെന്റിന്റെ നേതൃത്വത്തിലുള്ള ചെറുപ്പക്കാർ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. നാട്ടുകാർ, നമ്മുടെ ഇവിടുത്തെ ചെറുപ്പക്കാർ അല്ലെങ്കിൽ തലയ്ക്കകത്ത് അല്പം ആൾതാമസമുള്ള ആളുകളൊക്കെ ലോകത്തിനൊപ്പം സഞ്ചരിക്കുകയാണ്. പുതിയ ഒരു ഇന്ധനം എന്നുള്ള നിലയ്ക്ക് ലോകം ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ കേരളം ഭരണകൂടം ചിന്തിക്കുന്നില്ല, പക്ഷേ കേരളീയർ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നതിന് ആക്കം കൂട്ടുന്ന ചില പ്രവർത്തനങ്ങൾ OOCL നെയിംസ്. OOCL എന്ന് പറയുന്നത് നാളെ ഇവിടെ MSC പോലെ വരാവുന്ന ഒരു കപ്പൽ കമ്പനിയാണ്. 7ാം സ്ഥാനമാണ്. OOCLന് 7ാം സ്ഥാനമാണ്. OOCL names world's largest methanol dual fuel container ship. നമ്മുടെ MSC ഐറിന വന്നതടക്കം ഈ ജെയ്റ്റ് സർവീസിൽ വരുന്ന കപ്പലുകൾക്ക് തുല്യമായ ഒരു കപ്പൽ ചൈനയിൽ നീറ്റിലിറക്കി. അതിന്റെ പേര് OOCL വിസ്ഡം. ഐറിനയ്ക്ക് തുല്യമായ കപ്പാസിറ്റിയാണ്. ദ OOCL വിസ്ഡം വാസ് നെയിംഡ് അറ്റ് നാൻടോങ് കോസ്കോ KHI ഷിപ്പ് എഞ്ചിനീയറിംഗ് ഇൻ ചൈന ഓൺ 8th May. 2 ദിവസം മുമ്പ് ചൈന ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വെസൽ മെത്തനോൾ ഫ്യൂവൽ മുഴുവൻ, വെറും എഞ്ചിൻ മാത്രമല്ല അത് പിന്നാലെ വരുന്നുണ്ട്, കപ്പലിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫ്യൂവലും മെത്തനോൾ ഉപയോഗിച്ചാണ് ഈ കപ്പൽ പ്രവർത്തിക്കുന്നത്. അറ്റ് എ കപ്പാസിറ്റി ഓഫ് 24,168 TEU. ഇപ്പൊ ഇവിടെ ഇപ്പൊ വരുന്നുണ്ട്, ഐറിന വീണ്ടും വരുന്നുണ്ട്. 24,346 ഐറിനയുടെ കപ്പാസിറ്റി. ലോകത്തിൽ ഇന്ന് ഓടുന്ന കണ്ടെയ്നർ വെസലുകളിൽ ഏറ്റവും വലിപ്പം കൂടിയ കപ്പൽ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ വലിപ്പം കൂടിയ സീരീസ്, ആ പറയുന്ന ഐറിന ക്ലാസ് എന്നാണ് പറയുന്നത്, അതിൽ നിന്ന് ഒരു അല്പം കുറവാണ്. 24,168. അറ്റ് എ കപ്പാസിറ്റി ഓഫ് 24,168 TEU, the OOCL വിസ്ഡം is the world's largest മെത്തനോൾ ഡ്യുവൽ ഫ്യൂവൽ കണ്ടെയ്നർ ഷിപ്പ്. അപ്പോ ഇത്തരം കപ്പലുകൾ ലോകത്തിന് ആവശ്യമാണെന്ന് അടിവരയിട്ട് പറയണം. അത് ആ സീരീസില്, അങ്ങനെ ഒരു സീരീസിൽ, കോസ്കോയുടെ സീരീസിലെ 7 കപ്പലുകൾ അടങ്ങുന്ന സീരീസിൽ ആദ്യത്തേതാണ് OOCL വിസ്ഡം. ഇങ്ങനെ കപ്പലുകൾ ഇറങ്ങുമ്പോൾ ലോകം മുഴുവനുമുള്ള കാര്യം കൂടി നമ്മളിപ്പോ അറിഞ്ഞു പോകണ്ടേ. ദ ഗ്ലോബൽ മെത്തനോൾ കേപ്പബിൾ ഫ്ലീറ്റ് ഹാസ് ഗ്രോൺ to 129 വെസൽസ്. നമ്മൾ 60 എന്നാണ് ഇതുവരെ കേട്ടിരുന്നത്. ഇപ്പൊ നിലവിൽ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന 60 വെസലിന്റെ സ്ഥാനത്ത് ഇപ്പോ ദ ഗ്ലോബൽ മെത്തനോൾ കേപ്പബിൾ ഫ്ലീറ്റ് ഹാസ് ഗ്രോൺ ടു 129 വെസൽസ് ആൻഡ് ദ ഓർഡർ ബുക്ക് സ്റ്റാൻഡ്സ് അറ്റ് 317 ഷെഡ്യൂൾ ഫോർ ഡെലിവറി ത്രൂ 2030. അടുത്ത 4 വർഷത്തിനകം 317 കപ്പലുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ 446 കപ്പൽ മെത്തനോൾ മാത്രം ഉപയോഗിച്ചോടുന്ന 446 കപ്പലുകൾ കടലിൽ ഓടുമ്പോൾ അതിനുവേണ്ട ഇന്ധനം ആര് നൽകും? അതുമാത്രമല്ല, ഈ പുതിയ കപ്പലിന്റെ കോസ്കോ
വിസ്ഡത്തിന്റെ ചില പ്രത്യേകതകൾ കൂടിയുണ്ട്. ആൻഡ് ഓൾ മെയിൻ എൻജിൻസ്, കപ്പലിന്റെ മെയിൻ എൻജിൻസ്, ഓക്സിലറി എൻജിൻസ്, അതുമായി ബന്ധപ്പെട്ട മറ്റ് എൻജിൻസ് ആൻഡ് ബോയിലേഴ്സ് ആർ എക്വിപ്ഡ് വിത്ത് മെത്തനോൾ ഡ്യുവൽ ഫ്യൂവൽ സിസ്റ്റംസ്. മൊത്തമായിട്ട് എല്ലാ എഞ്ചിനുകളും ഇപ്പൊ എന്താണ് നമ്മുടെ ആങ്കർ ഇടുന്നതിന് പ്രവർത്തിപ്പിക്കുന്നത്, അല്ലെങ്കിൽ വേറെ വാട്ടർ ഡീസലൈനേഷൻ നടത്തുന്നുണ്ടെങ്കിൽ അതുപോലെ ബാക്കി എല്ലാ കപ്പലിനകത്ത് നടക്കുന്ന എല്ലാത്തരം പ്രവർത്തനങ്ങൾക്കും മെത്തനോൾ മാത്രം ഉപയോഗിക്കുന്ന തരത്തിലാണ് ഈ കപ്പൽ ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇറ്റ് ഈസ് ദി ഫസ്റ്റ് ഇൻ എ സീരീസ് ഓഫ് 7 വെസൽസ്. ഈ 24,168 എന്ന് പറയുന്ന ആ സീരീസിലെ 7 കപ്പലുകളുണ്ട്. അതിൽ ആദ്യത്തെ കപ്പലാണ് വിസ്ഡം, OOCL വിസ്ഡം. ഇതിങ്ങനെ ലോകം മുഴുവൻ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഏകദേശം 500-നടുത്ത കപ്പൽ കേവലം 4 വർഷത്തിനകം നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഈ കാഴ്ച, കപ്പലടിയെ കുറിച്ച് ഏറ്റവും വലിയ കപ്പലുകൾ വരുന്നു പോകുന്നു എന്നുള്ള കാഴ്ചയ്ക്കപ്പുറം നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളിടത്താണ് ശ്രീ പിണറായി വിജയൻ പറഞ്ഞ 3 ലക്ഷം കോടിയുടെ സ്ഥാനത്ത് അതിനേക്കാൾ കൂടിയ നിക്ഷേപം നടത്താൻ ഇവിടുത്തെ നാട്ടുകാർ തയ്യാറാകും, കേരളീയർ തന്നെ തയ്യാറാകും. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, വിൻസെന്റ് എന്ന് പറയുന്ന ഒരു സെയിലർ, അദ്ദേഹം ഈ രംഗത്ത് ഒരു സ്ഥാപനം തുടങ്ങാനുള്ള പ്രവർത്തനം, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും. ഇങ്ങനെ കാസർഗോഡ് മുതൽ പാറശാല വരെ എത്ര പഞ്ചായത്തുകളിൽ ഇതെല്ലാം കൂടി ചേർന്ന് ചെയ്യാമോ അത്രയും ഉൽപാദനം നടത്താൻ കഴിയുന്ന, ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ കഴിയുന്ന, LDF സർക്കാർ ഇന്നുവരെ നടത്തിയ അല്ലെങ്കിൽ സ്വപ്നം കണ്ടതിനേക്കാൾ അപ്പുറമുള്ള പ്രവർത്തനം നടത്താൻ കഴിയുന്നതിനു വേണ്ടി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്ന പ്രക്രിയ ഉണ്ടല്ലോ, മെത്തനോളുമായി ബന്ധപ്പെട്ട് ഇവിടെ നടത്തേണ്ട പ്രവർത്തനങ്ങൾ. ഞാൻ എന്റെ കത്തെടുത്ത് 108 ദിവസം കഴിഞ്ഞു. 108ാമത്തെ ദിവസമാണിന്ന്. കേരളത്തിൽ ഒരു റെസിഡൻസ് അസോസിയേഷൻ ഉണ്ട്. മിക്കവാറും എല്ലാ പ്രവർത്തനങ്ങളുടെയും തുടക്കം അവിടെയാണ്. കൊല്ലം നിത്യപ്രഭാനഗർ, അവരുടെ 23ാമത്തെ വാർഷികമാണ് ഈ 17-ാം തീയതി. അവിടെ 131 വീട്ടുകാർ മെത്തനോൾ ഇന്ധനമാക്കാൻ, മെത്തനോൾ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ബന്ധപ്പെട്ടവർക്ക് മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, കൊല്ലം മേയർ എന്നിവർക്ക് കത്തുകൾ അയച്ചു. അതിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് സമ്മാനം കൊടുക്കുന്നത് ഈ അസോസിയേഷന്റെ വാർഷികത്തിൽ വെച്ചാണ്. നമ്മുടെ ഒരു കൃഷ്ണനുണ്ട്, കൃഷ്ണൻ ശിവരാജൻ. അദ്ദേഹം വിവരാവകാശം ഉപയോഗിച്ച് മെത്തനോൾ ഇവിടെ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി 50 ഏക്കർ സ്ഥലമെന്ന് പറഞ്ഞ അബദ്ധത്തിൽ ഒരു ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതിപ്പോ അരക്കിട്ട് ഉറപ്പിച്ചു. അങ്ങനെ ഒരു ഓർഡർ നടപ്പിലാക്കാനുള്ള ജനകീയ പ്രവർത്തനം അദ്ദേഹത്തിന് കിട്ടിയ വിവരാവകാശം വെച്ച് കിട്ടിയ മറുപടി, ഇറ്റ് ഹാസ് ബീൻ ഓർഡേർഡ് ദാറ്റ് അലൊക്കേഷൻ ഓഫ് എ മിനിമം എക്സ്റ്റെന്റ് ഓഫ് 50-60 acres of land near Viഴിഞ്ഞം പോർട്ട് ഫോർ ദ പേർപ്പസ് ഓഫ് ബങ്കറിംഗ് ഓഫ് ഗ്രീൻ മെത്തനോൾ. സർക്കാരിനെ കൊണ്ട് ഞങ്ങൾ ഉത്തരവിറക്കി. അങ്ങനെ ഒളിച്ചോടാൻ പറ്റില്ല, സർക്കാരിന് ഇവിടെ നിന്ന് ഊരിപ്പോകാൻ പറ്റാത്ത വിധത്തിൽ. ഇത് തന്നെയായിരുന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ആദ്യകാല പ്രവർത്തനങ്ങളും. ഊരിപ്പോകാൻ പറ്റാത്ത വിധത്തിൽ ഞങ്ങൾ സർക്കാരുകളെ കുടുക്കിയിടുകയായിരുന്നു. അങ്ങനെയാണ് ഈ പദ്ധതി യാഥാർത്ഥ്യമായത്. അല്ലാതെ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ആരെങ്കിലും ഒപ്പിട്ടിട്ട് പാസ്സായതല്ല. നിരന്തരമായ പ്രവർത്തനം. മെത്തനോളിന്റെ പ്രവർത്തനം കാണുന്ന പ്രേക്ഷകർക്കറിയാം, കമാന്നൊരക്ഷരം LDF, UDF, BJP അടക്കം ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്നുവരെ പറഞ്ഞിട്ടില്ല. ആ സ്ഥാനത്താണ് ഗവൺമെന്റിനെ കൊണ്ട് ഓർഡർ ഇറക്കിപ്പിക്കുവാൻ ഈ ജനകീയ പ്രവർത്തനത്തിന് കഴിഞ്ഞത്. കൊല്ലത്ത് നടക്കുന്നുണ്ട്, തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്, കേരളത്തിന്റെ മറ്റു പല ഭാഗത്തും നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ പുതിയൊരു ഇന്ധനം ഈ 500ഓളം കപ്പലുകൾക്ക് നൽകാൻ കഴിഞ്ഞാൽ ഈ തുറമുഖം കൊണ്ട് കേരളത്തിലെ സാധാരണക്കാർക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടായി എന്ന് ബന്ധപ്പെട്ടവർക്ക് ആശ്വസിക്കാം.